നിതിൻ രാജിന്റെ പുതിയ ഓഡിയോ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു. ഒരു അധ്യാപകൻ തനിക്ക് നല്ല പിന്തുണ നൽകി. ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞു. താൻ ഡോക്ടറായിട്ടേ പുറത്തിറങ്ങൂ. ആരൊക്കെ തളർത്തിയാലും അത് നേടിയെടുക്കുമെന്നും ശബ്ദ സന്ദേശത്തിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. അതിനു മുമ്പ് നിതിൻ്റെ ആ ശബ്ദ സന്ദേശം ഒന്ന് കാണാം. അതിനുശേഷം ജോസഫിലേക്ക് പോവാം. അതുമാത്രമല്ല, പ്രിൻസിപ്പളും HOD-മാരും നിനക്കറിയുമെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് DA എക്സാം നടന്നല്ലോ ലാസ്റ്റ്. അപ്പോൾ ഒരു കൊച്ചു സാറ് അറിയുന്നില്ല, ഒരു വെളുത്ത ഒരു പൊക്കം കുറഞ്ഞൊരു സാറ്. അപ്പോൾ ആ സാറ് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്നല്ല. അപ്പോൾ എന്നടുത്ത് പറഞ്ഞാൽ പുറത്തിറങ്ങിയിട്ട് ഇത് കാണണമെന്ന് പറയുന്നത് നമുക്കൊന്ന് കാണണമല്ലോ എന്ന് ചോദിച്ചു. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനെതിരെ അവരെന്തായാലും ആക്ഷൻസ് എടുക്കുമെന്ന് പറഞ്ഞു. കാരണം കുറേ കംപ്ലയിൻറ്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പിന്നെ എൻ്റെ അടുത്ത് നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, മെൻ്റലി തളർത്തുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പം വന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഡ്രോപ്പ് ആക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. എനിക്കും എന്നെ പോലെയാ. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് പഠിക്കണമെങ്കിൽ ഗ്രാജുവേറ്റഡ് ആകണം, ഡോക്ടറായി ഇറങ്ങണം. അതിപ്പോൾ ഇനി ആരൊക്കെ തളർത്താണ്ടായിരുന്നെങ്കിലും അവിടെ നിന്ന് പഠിച്ചിറങ്ങാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അത് എന്തായാലും നേടിയെടുത്തിരിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുകയാണ്. ജോസഫ്, ഈ ശബ്ദ സന്ദേശം കേട്ടിട്ട് നിതിൻ്റെ സഹപാഠിയോടാണെന്ന് തോന്നുന്നു സംസാരിക്കുന്നത്, അല്ലേ? മായ, നിതിൻ സഹപാഠിക്ക് അയച്ച ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് നേരിട്ട വലിയ രീതിയിലുള്ള ക്രൂരത. ഈ ക്രൂരത ഇത്തരത്തിലുണ്ടെങ്കിൽ പോലും എന്റെ അവസ്ഥ വളരെ മോശമാണ്. എങ്ങനെയെങ്കിലും പഠിച്ച് ഡോക്ടറായിട്ടേ താൻ ഇവിടുന്ന് പുറത്തിറങ്ങുകയുള്ളൂ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും താൻ തരണം ചെയ്ത് മുന്നേറും, ഡോക്ടറാകുമെന്നൊരു ആത്മവിശ്വാസം ഇത്തരത്തിൽ സുഹൃത്തുമായി പങ്കുവെക്കുന്നതിന്റെ ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കൊടിയ പീഡനങ്ങളാണ് ആ കോളേജിൽ ഈ വിദ്യാർത്ഥിയെ നേരിടേണ്ടി വന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് ലഘൂകരിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ ആദ്യഘട്ടത്തിൽ തന്നെ പുറത്തു വന്നിരുന്നു. കോളേജ് അധികൃതർ അത്തരത്തിലൊരു സമീപനമാണ് സ്വീകരിച്ചത്. പക്ഷെ അതിനെ അക്ഷരാർത്ഥത്തിൽ അത് തെറ്റാണെന്ന് വരുത്തി തീർക്കുന്ന പുതിയ തെളിവുകളാണ് ഇപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. എന്തായാലും കൂടുതൽ അധ്യാപകർക്കെതിരെ സമാനമായിട്ടുള്ള രീതിയിലുള്ള പരാതികൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ വോട്ടിംഗ് രേഖപ്പെടുത്തിയിരുന്നു. അതിൽ അധ്യാപകർക്കെതിരെ പരാതി നൽകണം, അതായത് 10ഓളം അധ്യാപകരുടെ ലിസ്റ്റ് തയ്യാറാക്കി. ആ ലിസ്റ്റ് തയ്യാറാക്കിയതിൽ ഈ അധ്യാപകർക്കെതിരെ പരാതി നൽകണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായ സർവേ ഇട്ടു. ആ അഭിപ്രായ സർവേയിൽ ചില അധ്യാപകർക്കെതിരെ, അതായത് പ്രധാനപ്പെട്ട അധ്യാപകർക്കെതിരെ 313 പേർ ഇത്തരത്തിൽ പരാതി നൽകണം, ഇത്തരത്തിൽ എന്നൊരു ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. അതുപോലെ തന്നെ വിവിധ അധ്യാപകർക്കെതിരെ ഈ 200ഓളം 150ഓളം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ട് ഇത്തരത്തിൽ അഭിപ്രായം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് ഒരു കറക്ക് കമ്പനി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അനധികൃത ഭൂമി കയ്യേറ്റം ഉൾപ്പെടെ നിരവധി കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്രിമിനൽ സംഘമാണ് ഈ കോളേജ് നടത്തുന്നതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഈ ക്രിമിനൽ സംഘത്തെ സഹായിക്കുന്ന പല വിധത്തിലുള്ള രാഷ്ട്രീയ സംഘടനകളൊക്കെ ഈ ക്രിമിനൽ സംഘത്തെ സഹായിച്ചു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇതിന്റെ ബലിയാടായി തീരുന്നത് യഥാർത്ഥത്തിൽ കുട്ടികളാണ് എന്നുള്ളതാണ്. ജോസഫ്, ഇതിന്റെ പുതിയ ഓഡിയോ സന്ദേശമുണ്ടല്ലോ, അതിൽ ഒരു അധ്യാപകന്റെ പിന്തുണയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ അധ്യാപകന് ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളൊക്കെ, ഈ നിതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നിതിൻ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഈ ഊഹാപോഹങ്ങൾ പറയുന്നതിനപ്പുറത്ത് കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ ആ അധ്യാപകന് അറിയുന്നുണ്ടായിരിക്കും. ആ അധ്യാപകൻ്റെ ഈ മൊഴി എടുക്കേണ്ടതുണ്ട് അന്വേഷണ സംഘം അങ്ങനെ ഒരു ഘട്ടത്തിലേക്കൊക്കെ കടന്നോ? അങ്ങനെ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? മായ, സത്യത്തിൽ അന്വേഷണ സംഘം ഇപ്പോഴും മൊഴിയെടുക്കുന്ന കാര്യത്തിലും തെളിവുകൾ ശേഖരിക്കുന്ന കാര്യത്തിലും വളരെ പിന്നോട്ട് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇന്നലെയാണ് ഈ പ്രധാന അധ്യാപകന്റെ, അതായത് പ്രിൻസിപ്പലിന്റെ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന സംഭവമാണ്. ആ സംഭവത്തിന് ശേഷം ഇവർ ആപ്പിനെ ചുറ്റിപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തുന്നതല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യഗൗരവമായ ഒരു അന്വേഷണം നടത്തുന്നില്ല എന്ന് തന്നെയാണ് ബോധ്യമാകുന്നത്. ഈ ഒളിവിൽ പോയ പ്രതികളെ കണ്ടെത്താനുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. ഈ തെളിവുകൾ പലതും നശിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. അതൊന്നും പോലീസ് ഇപ്പോൾ ഗവനിക്കാതെ ഈ സൈബർ ടീമിനെ ഉൾപ്പെടുത്തി ഇത്തരത്തിൽ ആപ്പുമായി ബന്ധപ്പെട്ട ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നടന്നിരിക്കുകയാണ്. മാത്രവുമല്ല, പ്രധാനപ്പെട്ട ദൃക്സാക്ഷികളുടെയും കോളേജ് സഹപാഠികളുടെയും അധ്യാപകരുടെയും മൊഴിയെടുക്കുന്നതിൽ
പോലീസ് ഇപ്പോൾ ഒരുപാട് പിന്നിലേക്ക് പോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മായ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അധ്യാപകന്റെ മൊഴി എത്രയും വേഗം രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഈ അധ്യാപകൻ ആരാണ് എന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അങ്ങനെ കണ്ടെത്തി കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചെങ്കിൽ മാത്രമേ ആ കോളേജിൽ എന്താണ് നടക്കുന്നത്, ആ കോളേജിൽ എന്താണ് നടന്നിരുന്നത്, എന്താണ് ആ ദിവസം സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളിലെല്ലാം ഒരു കൃത്യത വരികയുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇത് പുറത്തുനിന്ന് വന്ന ഒരു അധ്യാപകൻ, പരീക്ഷയ്ക്ക് എത്തിയ ഒരു അധ്യാപകന്റെ ഒരു സമീപനത്തെയാണ് കുട്ടി സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റൊരാൾക്ക് സന്ദേശം അയച്ചിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത വരുമെന്ന് കരുതുന്നു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള അധ്യാപകരിൽ പലരും വലിയ രീതിയിൽ കുട്ടികളെ ബുദ്ധിമുട്ടിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിന്റെ ഒരു പ്രകടമായ ഒരു ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള അഭിപ്രായ സർവേയിൽ കൂട്ടമായി പരാതി കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ട് 313-ലധികം വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ പരാതി നൽകണമെന്നൊരു ആവശ്യം ശക്തമാക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികളും ഇപ്പോൾ സംഘടിതമായി തന്നെ ചേർന്നൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ നമ്മൾ അവിടെ പോയിരുന്നു. ആ സമയത്ത് കുട്ടികളുടെ രക്ഷിതാക്കളൊക്കെ അവിടെ എത്തിയിരുന്നു. ആ കുട്ടികളുടെ രക്ഷിതാക്കൾ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ദന്ത ഡോക്ടർ ആയില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളിൽ മിണ്ടാതിരുന്നിട്ട് നിങ്ങൾ ദന്ത ഡോക്ടർ ആയിട്ട് എന്ത് കാര്യമുണ്ട് എന്നാണ് ആ രക്ഷിതാക്കൾ ആ വിദ്യാർത്ഥികളോട് ചോദിച്ചത്. ആ വിദ്യാർത്ഥികൾക്ക് ഈ രക്ഷിതാക്കൾ പോലും വലിയ പിന്തുണ നൽകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കറക്ക് കമ്പനിയെ പൂട്ടാൻ സർക്കാർ എന്ത് ചെയ്തു, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി എന്ത് ചെയ്തു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഈ കോളേജ് പ്രവർത്തിക്കുന്നത് കയ്യേറ്റ ഭൂമിയിലാണ്. മാത്രമല്ല ഇതിന്റെ പല സർട്ടിഫിക്കറ്റുകളെല്ലാം ഇത്തരത്തിൽ വ്യാജമായി നിർമ്മിച്ചതാണ്. ഈ ലൈസൻസ് ഉൾപ്പെടെ നേടിയെടുത്തതിൽ വലിയ രീതിയിലുള്ള കൃത്രിമത്വം നടന്നുണ്ട്. അതായത് ക്രിമിനൽ സംഘം നയിക്കുന്ന ഒരു കോളേജിനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് സർക്കാർ നിലപാട് മാറ്റിയിരിക്കുന്നു. ജോസഫ്, ഒരു ക്രിമിനൽ സംഘം നയിക്കുന്ന കോളേജ് എന്ന് പറയുമ്പോൾ ആരാണ് ഈ കോളേജിന്റെ മാനേജ്മെന്റ്, ആരാണ് അധികാരത്തിൽ വരുന്ന ആളുകൾ? മായ, ഇതുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ കൃത്യമായ രേഖകൾ പ്രകാരം തന്നെ നമ്മൾ സംസാരിക്കും. നമ്മൾക്കിപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് ജബ്ബാർ ഹാജി എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇത്തരത്തിൽ മാനേജിംഗ് ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള ആളുകൾ. അവർ മറ്റൊരാളെ ഈ കാര്യങ്ങളെല്ലാം ഏൽപ്പിക്കുകയാണ്. അതായത് ഒന്നാം കക്ഷി, രണ്ടാം കക്ഷി, മൂന്നാം കക്ഷി എന്ന നിലയിലേക്ക് പല തലത്തിലേക്ക് ഈ കാര്യങ്ങൾ, ഇതിന്റെ അധികാര പരിധികളെല്ലാം മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ആരാണ് കൃത്യമായി ഇതിന്റെ ഈ ഇടപാടുകൾ, ഇത് ആരുടെ പേരിലാണ് ഈ ലൈസൻസ് എന്ന കാര്യത്തിലൊക്കെ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇവർക്കെതിരെ മുമ്പും സമാന രീതിയിലുള്ള പരാതികൾ ലഭിച്ചിരുന്നു. ആ പരാതികളിലെല്ലാം സുരക്ഷിത കവചം തീർത്തിരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളും സർക്കാർ സംവിധാനങ്ങളുമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും അവർ ഈ അധികാരത്തിന്റെ ബലത്തിനും പണത്തിന്റെ കൊഴുപ്പിലും ഇത്തരത്തിൽ കുട്ടികളോട് വരെ വളരെ മോശമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കുന്നത്. ഇതിന് തൊട്ടടുത്തായി തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടായിരുന്നു. അതിന്റെ പേപ്പർ അനുമതി എല്ലാം നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് കയ്യേറ്റ ഭൂമിയാണ് എന്നൊക്കെ മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇത്തരത്തിൽ ഇത് അടച്ചുപൂട്ടേണ്ട നിധിയിലേക്ക് കാര്യങ്ങൾ കടന്നെത്തിയിരുന്നു. പിന്നെ ഈ ഡെന്റൽ കോളേജ് മാത്രമാണ് ഇവിടെ പ്രവർത്തിച്ചു വന്നിരുന്നത്. ഇതിനും സമാന രീതിയിലുള്ള വലിയ രീതിയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യതയുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. മായ, ശരി. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.